ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ബെഞ്ചമിൻ നെതന്യാഹു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റിൻ്റെ ഒരു വിശദീകരണം അവർ വീഡിയോയായി പുറത്തുവിടുകയുണ്ടായിരുന്നു. അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇല്ല. സാധാരണഗതിയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നടുവിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇരുന്നു കൊണ്ടാണ് തങ്ങളുടെ യുദ്ധ വിജയത്തെക്കുറിച്ചും ഇനി നടത്താൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുമൊക്കെ നിരന്തരമായി സംസാരിക്കാറ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം യോഗങ്ങൾ നടക്കുമ്പോൾ അവിടെ നെതന്യാഹുവിൻ്റെ സാന്നിധ്യം ഇല്ല എന്നാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെയും ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും നെതന്യാഹു നേരിട്ട് അവതരിച്ച് ഇതൊന്നും നിഷേധിച്ച സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നെതന്യാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാന് ഏറ്റവും അധികം പകയുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ്. തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ വധിച്ച ഇസ്രായേലിനെതിരെ അതേ നാണയത്തിൽ പകരം വീട്ടുമെന്ന് തന്നെയാണ് IRGC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന IRGCയുടെ പ്രതികരണം ലോകരാജ്യങ്ങളിൽ ഞെട്ടലുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് IRGC പുറപ്പെടുവിച്ചിരിക്കുന്നത്. നോക്കുക, ഒളിച്ചിരുന്നാലും പിടികൂടും, വധിക്കും. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി IRGC രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയും കൊല്ലുകയും ചെയ്യും എന്നാണ് IRGCയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. അതോടൊപ്പം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക കേന്ദ്രങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഒന്നുകിൽ അമേരിക്കയും ഇസ്രായേലും നിരുപാധികം കീഴടങ്ങണം, അല്ലെങ്കിൽ അവർ ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ച് തന്നെ തീർക്കണം. അല്ലാതെ ഒരു പിന്മാറ്റത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന കടുത്ത മുന്നറിയിപ്പാണ് IRGC നൽകിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ കുറ്റക്കാരാക്കാൻ വേണ്ടിയുള്ള ചില നിർണായകമായ ഇടപെടലുകൾ നടത്തിയതെല്ലാം ഇറാൻ ഇപ്പോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുവെന്നും അതുവഴി ഒരൊറ്റ കപ്പലുകൾ കടന്നു പോകാൻ ഇറാൻ അനുവദിക്കില്ലെന്നും അതുകൊണ്ട് അതുവഴി വ്യാപാരം നടത്തുന്ന സകല രാജ്യങ്ങളും ഞങ്ങൾക്ക് കീഴിൽ അണിനിരന്ന് ഇറാനെ ആക്രമിച്ച് തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നുമൊക്കെയാണ് അപേക്ഷാസ്വരത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞത്. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ രൂക്ഷമായ യുദ്ധത്തിൻ്റെ കാരണക്കാർ ഇറാനാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധിക്ക് മുഴുവൻ ഇറാനാണ് കുറ്റക്കാരെന്നും ഉത്തരം പറയേണ്ടത് അവരാണെന്നും ലോകത്തെ മുഴുവൻ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇറാനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി യുദ്ധത്തിന് ഇറങ്ങണമെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞതിൻ്റെ സാരാംശം. പക്ഷേ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ തിരിച്ചടി, അതായത് ട്രംപ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് കൊടുക്കുന്ന വിധത്തിലേക്ക് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ഈ ലോകത്തോട് പറയുന്നു. ഇറാനെതിരെ ലോകത്തെ തിരിക്കാനുള്ള അമേരിക്കയുടെ സകല നീക്കങ്ങളെയും ഒറ്റയടിക്ക് തകർത്ത് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. അദ്ദേഹം പറയുന്നത് നോക്കുക, ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല. ലോകത്ത് ഏതു രാജ്യങ്ങൾക്കും അതിലെ വ്യാപാരം നടത്താം, കപ്പലുകൾ അയക്കാം. പക്ഷേ ഇസ്രായേൽ, അമേരിക്ക, ഇവരെ പിന്തുണയ്ക്കുന്ന സഖ്യരാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ കപ്പലുകൾ ആ വഴി പോയാൽ ഞങ്ങൾ തീർച്ചയായും കത്തിക്കും, ഞങ്ങളത് തകർക്കും, ഞങ്ങളത് മുക്കും. പക്ഷേ ആ രാജ്യങ്ങളെ പിന്തുണയ്ക്കാത്ത, അതായത് അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കാത്ത, അവരുടെ സഖ്യകക്ഷികളല്ലാത്ത മറ്റേതു രാജ്യങ്ങൾക്കും അതിലെ കപ്പലുമായി മുന്നോട്ട് പോകാം, ഞങ്ങൾ തടയില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ലോകത്തെ മുഴുവൻ ഇറാനെതിരെ തിരിക്കാനുള്ള തന്ത്രപരമായ അമേരിക്കയുടെ നീക്കങ്ങളെ അതിലും വലിയ തന്ത്രത്തോടെ ഇറാൻ വെട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് കാര്യം മനസ്സിലായി. അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ അങ്ങോട്ട് കയറി ആക്രമിച്ചു. ഇറാൻ അവരോടാണ് പ്രതികാരം തീർക്കുന്നത്, അവർക്കൊപ്പം നിൽക്കുന്ന സഖ്യരാജ്യങ്ങളോടാണ് പ്രതികാരം തീർക്കുന്നത്. മറ്റൊരു രാജ്യങ്ങളോടും ഈ ലോകക്രമത്തോടും ഇറാന് യാതൊരു കുഴപ്പവുമില്ല. ഇറാൻ ചെയ്യുന്നതല്ലേ ശരി എന്ന തരത്തിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ അതിശക്തമായ ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ തന്നെ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള
പ്രധാനപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ, അതായത് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങളിലെ US ബിസിനസ് സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് അടയ്ക്കുക, അവിടുത്തെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ ഓഫീസുകൾ അടയ്ക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പൊക്കോളുക, അതിന് ചുറ്റുമുള്ളവർ പോയിക്കോളുക. അതുപോലെ തന്നെ അമേരിക്കയ്ക്കടക്കം സഹായം ചെയ്യുന്ന, അല്ലെങ്കിൽ അമേരിക്കയുമായി അടക്കം വ്യാപാര ബന്ധങ്ങളുള്ള അറബ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ ഒഴിഞ്ഞു പോവുക. വലിയൊരു ആക്രമണം ഇനി അമേരിക്കയ്ക്ക് നേരെ, അമേരിക്കയുടെ കേന്ദ്രങ്ങളുള്ള പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ ഒക്കെ ഉണ്ടാകും എന്ന നിർണായകമായ വെളിപ്പെടുത്തലാണ്, മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി വലിയ രീതിയിലേക്ക് യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സർവ്വസന്നാഹങ്ങളും ഇറാൻ്റെ പക്കലുണ്ട്. ഇറാൻ തീരുമാനിച്ചുറപ്പിച്ച് വലിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന് പറയുന്ന അവരുടെ ആക്രമണങ്ങളുടെ രീതി, അല്ലെങ്കിൽ അവർ പേരിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നാണ്. അപ്പോൾ ആ ആക്രമണങ്ങൾ ഇനിയും ശക്തമായി തന്നെ തുടരും. വലിയ തോതിൽ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും, എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകും, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും. ഹോർമുസ് കടലിടുക്കിലേക്ക് പുതിയ 3 കപ്പലുകൾ കൂടി അയക്കുന്നുണ്ട് എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ അവിടെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, അമേരിക്കയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ പോയാൽ പോലും അടിച്ച് തകർക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ നിൽക്കുകയാണ്. അതായത് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒരു പരിസമാപ്തിയിലേക്ക് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ ഇറാനെ പരിപൂർണമായി കടന്നാക്രമിച്ച് അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് കാര്യങ്ങൾ അവസാനിപ്പിക്കാനോ ഒക്കെയുള്ള ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ശ്രമങ്ങൾ എങ്ങും എത്തുന്നില്ല. എന്ന് മാത്രമല്ല, നെതന്യാഹു ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും വലിയ ചർച്ചകൾ നടക്കുന്നു. അതിനപ്പുറം നെതന്യാഹു ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുടർന്ന് വധിക്കുമെന്ന ഒരു വലിയ പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത ശിക്ഷ ഇനിയും നൽകിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ കളം വിടുകയുള്ളൂ, യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലുമുള്ളൂ എന്ന് ഇറാൻ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു.